നിലമ്പൂരിലെ സ്വതന്ത്ര സ്ഥാനാർത്ഥി പി.വി. അൻവറിന്റെ കത്രിക ചിഹ്നം തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായുള്ള പത്രിക തള്ളിയതോടെയാണ് അൻവറിന് സ്വതന്ത്രനായി മത്സരിക്കേണ്ടി വന്നത്. അരുൺ അമർനാഥാണ് വിവരങ്ങൾ നൽകാൻ ചേരുന്നത്. അരുൺ, അങ്ങനെ കത്രിക അടയാളം ചിഹ്നമായി ലഭ്യമായിരിക്കുന്ന കത്രിക പൂട്ടുന്നു തന്നെ എന്ന് പറഞ്ഞ അൻവറിന്റെ ചിഹ്നം കത്രിക. എന്തായാലും കത്രികയാണ് ചിഹ്നമായി ലഭിക്കുന്നത്. നേരത്തെ ഇത് അൻവർ തന്നെ ആവശ്യപ്പെട്ടതാണോ? പി.വി. അൻവർ തന്നെയാണ് ആവശ്യമനുസരിച്ചാണോ? എന്താണിപ്പോൾ ലഭ്യമാകുന്ന വിവരങ്ങൾ? അതായത് പി.വി. അൻവർ 3 ചിഹ്നങ്ങളാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുൻപാകെ ആവശ്യമായി ഉന്നയിച്ചത്. ഓട്ടോറിക്ഷ, കപ്പും ആവശ്യമായി ഉന്നയിച്ചത്. ഓട്ടോറിക്ഷ, കപ്പും സോസറും കത്രിക. അതിൽ കത്രികയാണ് ഇപ്പോൾ പി.വി. അൻവറിന് അനുവദിച്ചിരിക്കുന്ന ചിഹ്നം. നേരത്തെ തൃണമൂൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി പി.വി. അൻവർ പത്രിക നൽകിയിരുന്നു. ആ പത്രിക തള്ളുകയായിരുന്നു. അങ്ങനെയാണ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ അൻവറിന് അനുമതി ലഭിച്ചത്. അതിന് പിന്നാലെയാണ് ഈ 3 ചിഹ്നങ്ങൾ അൻവർ ആവശ്യപ്പെട്ടത്. അതിലൊരു ചിഹ്നം തന്നെയാണ് ഇപ്പോൾ അനുവദിച്ചിരിക്കുന്നത്. നേരത്തെ 2016-ലും 2021-ലും സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി, ഇടതുപക്ഷത്തിന്റെ പിന്തുണയുള്ള സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ചപ്പോൾ ഓട്ടോറിക്ഷയായിരുന്നു അൻവറിന്റെ ചിഹ്നം. അൻവർ മത്സരിച്ച് വിജയിച്ച ചിഹ്നം ഓട്ടോറിക്ഷയായിരുന്നു. അതും ഇത്തവണ അൻവറിന്റെ ആവശ്യത്തിലുണ്ടായിരുന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോൾ അനുവദിച്ചിരിക്കുന്ന കത്രിക എന്നാണ്. അതിലൊരു കൗതുകം കൂടിയുണ്ട്. അൻവർ നേരത്തെ ഒരു പ്രയോഗം നടത്തിയിരുന്നു. സൂചിപ്പിച്ചതുപോലെ തന്നെ പല 2-3 ഓപ്ഷൻസ് വെക്കാം. അതിൽ ഓട്ടോറിക്ഷ കൂടി ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അനുവദിച്ചിരിക്കുന്ന ചിഹ്നം കത്രിക ചിഹ്നമാണ്. ആ കത്രിക ചിഹ്നത്തിലാണ് ഇനി അൻവറിന് മത്സരിക്കാൻ കഴിയുക. മത്സരിക്കുന്ന തീരുമാനമെടുത്ത സ്ഥിതിക്ക് ആ നിലയ്ക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഇപ്പോൾ ചിഹ്നം അനുവദിച്ചിരിക്കുന്നു. അപ്പോൾ ഇനി മത്സരരംഗത്തേക്ക് ഇറങ്ങിയാണ്. കത്രിക എന്ന പ്രത്യേകത കൂടി ഉണ്ട് അല്ലേ അരുൺ? അതെ പ്രജീഷ്, അതായത് അതിലൊരു രാഷ്ട്രീയ കൗതുകം കൂടിയുണ്ട്. നേരത്തെ അൻവറിന്റെ ഒരു പ്രയോഗമുണ്ടായിരുന്നു, ഞാൻ കത്രികപ്പൂട്ടിലാണുള്ളത്. അത് പിണറായിയുടെയും സതീശന്റെയും RSSന്റെയും ഒക്കെ കത്രികപ്പൂട്ടിൽ ഞാൻ കുടുങ്ങിയിരിക്കുകയാണെന്നൊരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് കൂടി അൻവർ നടത്തിയിരുന്നു. അതേ ഒരു കത്രിക ചിഹ്നമായി ലഭിക്കുന്നു എന്നതിന്റെ ഒരു രാഷ്ട്രീയ കൗതുകം കൂടി അവിടെയുണ്ട്. എന്തായാലും 3 ചിഹ്നങ്ങളായിരുന്നു പി.വി. അൻവർ ആവശ്യപ്പെട്ടത്. അതിലൊരു ചിഹ്നം കത്രികയായിരുന്നു. കപ്പും സോസറും ഓട്ടോറിക്ഷയും. ഓട്ടോറിക്ഷ എന്നത് 2016-ലും 2021-ലും നിലമ്പൂരിൽ അൻവർ മത്സരിച്ച് വിജയിച്ച ചിഹ്നമാണ്. ആ ചിഹ്നം തന്നെയായിരുന്നു അൻവറിന്റെ പ്രഥമ പരിഗണന. പക്ഷേ അത് ലഭിച്ചില്ല. കത്രിക എന്ന ചിഹ്നമാണ് അൻവറിന് ഇപ്പോൾ അനുവദിച്ചിരിക്കുന്നത്. തൃണമൂലിന്റെ പിന്തുണയുള്ള സ്വതന്ത്ര സ്ഥാനാർത്ഥിയായ പി.വി. അൻവർ നിലമ്പൂരിൽ കത്രിക ചിഹ്നത്തിൽ വോട്ട് തേടും. പ്രജീഷ്. ശരി, അരുൺ അമർനാഥാണ് വിവരങ്ങൾ നൽകിയത്. അങ്ങനെ പി.വി. അൻവർ സ്വതന്ത്രനായി മത്സരിക്കുന്നത് കത്രിക ചിഹ്നത്തിലാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോൾ കത്രിക ചിഹ്നമാണ് പി.വി. അൻവറിന് ചിഹ്നമായി അനുവദിച്ച് നൽകിയിരിക്കുന്നത്.